പറയുമ്പോൾ നമ്മളിന്ന് ചെന്നൈയിൽ വന്നിട്ട് ഗൈസ് എന്താ പറയുക ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്താ പറയുക അതിൻ്റെ പേരെന്താ ടവറിൻ്റെ പേരൊക്കെ ലൈറ്റ് ഹൗസ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാണ്. ഗൈസ് നമ്മൾ കൂടെ ബാസിത്തുണ്ട്. ബാസിത്തെ ഫ്ലേ പൊടിയടാ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇതാണ്ട് ഇവിടെ ഒരുപാട് നടന്നു കേട്ടോ ഗൈസ്. ഞങ്ങളിപ്പോൾ ഒരുപാട് നടന്ന് വരച്ചെങ്കിൽ 2 ബസ് സ്റ്റോപ്പ് ഇതുണ്ടോ, ഇത് 2 ബസ് സ്റ്റോപ്പ് അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് ഞങ്ങൾ നടക്കൽ തുടങ്ങിയാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, ലൈറ്റ് ഹൗസൊക്കെ ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ്. ഞങ്ങൾ നടന്നിട്ട് പോകും ഗൈസ്, നടന്നിട്ട്. സോ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ചാൻ ശ്രമിക്കുക ഗൈസ്. ഇതിൻ്റെ മെയിൻ അക്കൗണ്ടിലാവും ഗൈസ് ഈ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ എന്താ വെച്ചെങ്കിൽ നമ്മുടെ വ്ളോഗ് ചാനലിലെ ലിങ്ക് ഞാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നതുകൊണ്ട് അറിഞ്ഞുകൂടാ ഗൈസ്. ഇവിടെ നിറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ നോയ്സ് കേൾക്കാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും എന്താ പറയുക ഹെഡ്സെറ്റ് കുത്തി കേൾക്കാൻ നോക്കാം. അപ്പോൾ ഗൈസ് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നേരെ നടന്നു നോക്കാം ഗൈസ്. ഓക്കെ, സോ അവിടെ എത്തണമെങ്കിൽ നമുക്ക് അവിടെ എത്തണം. സോ നമുക്ക് നേരെ നടന്നു നോക്കാം. നമുക്ക് ആരുടെയൊക്കെ വഴി ചോദിക്കേണ്ടി വരും ഗൈസ്. എന്ന് വെച്ചെങ്കിൽ ആകെ സീനാണ്. കുറച്ച് സ്ഥലത്തിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരോട് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് വഴി ചോദിക്കാം. അവിടെ ട്രാഫിക് പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ട്രാഫിക് പോലീസ് നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഗൈസ് വഴി. സുഹൃത്തുക്കളെ നമ്മൾ അവരോട് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർ പറഞ്ഞത് വെച്ചെങ്കിൽ നേരെ പോകാനാണ് ഗൈസ് അവർ പറഞ്ഞത്. സോ നമ്മൾ നടക്കാം അല്ലേ? നമുക്ക് എന്തായാലും നടക്കാം. ഇവിടുന്ന് കുറച്ചല്ലേ കഴിഞ്ഞുള്ളൂ. നമുക്ക് എന്തൊക്കെ ആണെങ്കിലും നടന്നു തന്നെ പോവാം ഗൈസ്. ബസ്സിന് കയറാനൊക്കെ ടാസ്ക്കാണ് ഗൈസ്. ഇവിടെ ഉണ്ടോ ഇനി ബസ് സ്റ്റോപ്പ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തണം അത്രേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആണെങ്കിലും നടന്നിട്ട് തന്നെ പോവാം. ഇതേ നടക്കത്തുള്ളൂ. അയ്യോ ഗൈസ് ഒരുപാട് നടന്നേട്ടാ ഇപ്പം തന്നെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആണെങ്കിലും എടാ ഫുഡ് കഴിക്കണോ? ഓക്കെ ഗൈസ്, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകാം. കുറച്ച് പരിപാടികളുണ്ട് ഗൈസിൽ. പിന്നെ നമുക്ക് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യണം. അത് ചിലപ്പോൾ നാളത്തെ വീഡിയോയിലാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ഗൈസ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. ഓവർ ലെങ്ത് ആവാൻ നോക്കുന്നില്ല ഗൈസ്. അപ്പോൾ ലെങ്ത് ആകുമ്പോഴത്തേനും ഗൈസ് എന്താ പറയുക, ലെങ്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോ, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഗൈസ് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേട്ടാ. അപ്പോൾ നേരെ ഗൈസ് നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും ലെങ്ത് ആക്കുന്നില്ല ഗൈസ്. ഞാൻ ഇനി അവിടെ എത്തിയിട്ട് ഗൈസ് വരാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഉച്ചയായതിനാൽ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഈ ഒരു അക്കൻ്റെ കടയിലാണ് ഗൈസ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ചോറുണ്ട്, പക്ഷേ ചോറ് തിന്നുന്നില്ല. ലേറ്റായിട്ട് ചിന്നത് ഗൈസ് ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദോശയാണ് പറഞ്ഞത്. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടെ ഗൈസ്. പക്ഷേ നല്ല കാറ്റടിക്കുന്നുണ്ട്. വിശാലായി കിടക്കുന്ന കടലാണ് കേട്ടോ ഗൈസ്. ഇവിടെ വിശാലായിട്ട് കിടക്കുന്ന കടലാണ്. ആമാ ദോശ അതെ ഇഡ്ഡലി. ഓക്കെ ഗൈസ്, നമ്മുടെ ഇഡ്ഡലി വന്നിട്ടുണ്ട് ചേട്ടാ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഇറ്റ്സ് എ ടേസ്റ്റിംഗ് യുനോ. സൂപ്പർ. സാമ്പാർ രസമുണ്ടോ? സാമ്പാർ രസമുണ്ട് ഗൈസ്, സൂപ്പർ. എന്താ കഴിച്ചിട്ട് വരാം ഗൈസ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ലൈറ്റ് ഹൗസ് 10 മണിയായിട്ട് വെച്ച് നമ്മൾ ഫുഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് അടിച്ചിട്ടൊക്കെ വരാം ഗൈസ്. ഓക്കെ ഈ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ലൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. സോ ഇതിനുള്ളിൽ കയറാൻ ഫ്രീ ആണോ അതോ ക്യാഷ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളെ കൂടെ ചെന്നൈ പഠിച്ച നമ്മളെ സ്വന്തം ബാസിത്തുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല ഗൈസ്. നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും ഉള്ളിൽ കയറി നോക്കാം. ഞാൻ ക്ലോസ് ആക്കിയിട്ടുണ്ടോ ഗൈസ്? ഗേറ്റ് ക്ലോസ് ആണ് കേട്ടോ. കയറോ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം. കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൂഞ്ചി ഗൈസ്, മൂഞ്ചി എന്നെ ക്ലോസ് ആണ്ടോ? ഓക്കെ ഗൈസ്. അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ചുമ്മാ ചോദിച്ചോളൂ ഗൈസ്. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഹൗസ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്താ വെച്ചെങ്കിൽ 3 മണിക്കാണ് കേട്ടോ ഗൈസ് ഇത് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പോൾ ടൈം എന്താടാ? ഇപ്പോൾ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:43 ആയിട്ടുള്ളൂ. സോ 3 മണി വരെ ഗൈസ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. എന്നാലും ഇത് ഓപ്പൺ ചെയ്യുള്ളൂ ഗൈസ്. അത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ചെയ്യണം. ഈവനിങ് ആണ് ഓപ്പണിങ് ആവുക ഗൈസ്. ഈവനിങ് ആട്ടോ ഇത് ഓപ്പൺ ആവുക. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. വെച്ചെങ്കിൽ 3 മണി വരെ. അയ്യോ, നമ്മൾ വിചാരിച്ച് വന്നപാട് ഇറങ്ങാമെന്നൊക്കെയാണ് വിചാരിച്ചത്. സോ ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളവിടെ ഗാർഡനിൽ ഒരാളിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 3 മണിക്കാണ് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞത്. അത് മുഞ്ചി പോയി ഗൈസ്. ഗൈസ് ഇത് കണ്ടിട്ടേ നമ്മളൊന്ന് പോകത്തുള്ളൂ ഗൈസ്. അതിന് മുന്നായിട്ട് എനിക്കൊന്ന് മാർക്കറ്റ് വരെ ഒന്ന് പോകണം ഗൈസ്. ചെറിയ ഡ്രസ്സ് എടുക്കാനുണ്ട്. സോ നമ്മൾ മാർക്കറ്റിൽ പോയെന്നാ? മാർക്കറ്റിൽ പോയി വന്നാലോ?
കുറച്ചെന്നെ ഇവിടെ നിന്നിട്ട് ഡ്രസ് എടുത്ത് പോവാം. നമ്മളൊന്നും നോക്കിയില്ല, നമ്മളൊരു കിടിലം പോലത്തെ കണ്ണാട വാങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ട് കമൻറ്റ് കരോ. ഇവർ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഇത് ഫാഷനാണെന്നാണ് പറഞ്ഞത്. സോ നമ്മളൊന്നും വിട്ടുകൊടുത്തില്ല, നമ്മളും വാങ്ങിയത്. അപ്പോൾ കേസ് ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. ഷർട്ടിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുള്ള ഫോട്ടോ കേസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഹൈ ബ്രോ, ബൈ ബൈ. എൻ്റെ ബാഗ് എടുത്തോ. ഓക്കെടാ. അപ്പോൾ കേസ് നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി നേരെ കേസ് എന്താ പറയുക, നമ്മൾ ആ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ കേസ്, അത് ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അവിടെ കയറാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം. മാർക്കറ്റ് പിന്നെ മാർക്കറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ എന്താ പറയുക ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ ഗൈസ്, അങ്ങോട്ട് പോവാണ് ഗൈസ്. അവിടെ നിന്ന് ഇനി നേരെ എന്താ പറയുക നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം ഗൈസ്. അവിടെ ഉണ്ടോ 3 മണിക്ക് തുറക്കുന്നു പറഞ്ഞാണ് ഗൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2:53 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി നേരെ ഗൈസ് എന്താ പറയുക നമ്മൾ ഇങ്ങോട്ട് പോകണം കേട്ടോ. പെട്ടെന്ന് ഗൈസ് ഓരോ സ്കൂട്ടാവണം പക്ഷേ നല്ല ട്രാഫിക് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഉണ്ടല്ലോ ലൈറ്റ് ഹൗസ് ഓപ്പൺ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ലൈറ്റ് ഹൗസ് പോകാം. ഗൈസ് അതിനെ ഫൈനൽ ചെയ്താണ്ടേ നമ്മൾ ഡോർ തുറന്നിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടാവും നമ്മൾ ഗേറ്റ് തുറന്നു. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിലൂടെ ഗൈസ് നമുക്ക് നേരെ ഇതിനുള്ളിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, ചിലപ്പോൾ ചീത്തയാക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കാം. ഓക്കെ, ഇതണ്ട ഗൈസ് അവിടെ ടിക്കറ്റ് എടുക്കുന്നത് ഇതേ കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ സാമാനം എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ഉള്ളിൽ കയറാം കേട്ടോ. വെയിറ്റ് ഗൈസ്, എൻ്റെ വെയിലുണ്ടാ കയറിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നേരെ എന്തായിരുന്നെങ്കിലും അതിന് ടോപ്പിക് കയറാം. അവിടെ ഇതിനുണ്ടോ ബ്ലൂ പ്രിന്റ് ഇത് കണ്ടോ, അവിടെ ഒരു സാധനം പുറത്തേച്ചുള്ള ഈ സാധനം. ഓക്കെ, എടാ ലിഫ്റ്റാണ് അവിടെ. അപ്പോൾ നടക്കാൻ സാധനമില്ല ഗൈസ്. നമുക്ക് മേലെ എത്തിയിട്ട് വരാം. മറ്റേ ലിഫ്റ്റിലുള്ള ക്യാമറ ഓൺ അഡ്ജസ്റ്റ് ചെയ്താവുമെന്ന് അറിയില്ല. ഞാനത് കണ്ണാട രസമല്ല എടാ, ഭയങ്കരമാണ്. ഇവിടെ എത്തിയിട്ട് നല്ല രസമുണ്ടോ എന്തൊക്കെ പോയിണ്ടോ വീടെടുത്ത ചെറിയ വീടെടുത്ത സ്റ്റോറിയിലാണ് നല്ല ആൾക്കാരുണ്ടാവേണ്ട സീനില്ല. അപ്പോൾ അങ്ങോട്ട് പോകാം. പൈസ അവിടെ എല്ലാം സീനാണ്. ശരിയില്ല സ്പേസ് ഇതുണ്ടോ. പക്ഷെ അതൊക്കെ കാണുന്ന സംഭവങ്ങളാണ്. സോ ഒരു പേടി മാത്രമേ ഉള്ളൂ, നമ്മൾ ക്യാമറ ഇടയിൽ പോകുന്നു. കണ്ടോ എൻ്റെ പോലെ സീറ്റ് അതൊരു സംഭവം. പക്ഷെ അവിടെ വലിയ കിടിലം പോലത്തെ വീട്. പക്ഷെ എന്ത് സംഭവം എന്താ പറഞ്ഞൂടാ, അവിടെ നമ്മളങ്ങനെ വന്നിട്ട് ഗൈസ് നമ്മളുണ്ടോ ആ തല ഉണ്ടല്ലോ ഗൈസ്, അത് ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് വന്നാണോ പൊന്നാളിയോ. സീൻ ഡാർക്കാട്ടാ. അതെ, കയറുമ്പോൾ ലിഫ്റ്റ് വരുമ്പോൾ കയറുമ്പോൾ ലിഫ്റ്റ് വരുമ്പോൾ കോണി അവിടെ ലിഫ്റ്റ് തന്നെയാണ്ടാ. ഇത് വന്നിട്ട് ഇവിടെ നിർത്തിയത്. ഞങ്ങൾ വിചാരിച്ചു കൈസ് ഈ ഒരു 9 അടി കൈസ് നമുക്ക് ഇറങ്ങാണ്ടത്. സോ എടാ നിക്കടാ. ഓക്കെ, ഇത് കണ്ടോ 1 ഇപ്പം കയറി വരുന്നേ ഉള്ളൂ. സോ എടാ എൻ്റെ പൊന്നാളി, എടാ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നടാ. ഇത് കണ്ടോ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. സോ വിശ്വമാണോ കേട്ടോ കൈസ് ഇവിടെ. ഇത് കണ്ടോ ഫുള്ള് അടിപൊളി കൈസ്, നല്ല ക്ലൈമറ്റും ഉണ്ട്. എടാ പറടാ എങ്ങനെയുണ്ടാ. നല്ല വ്യൂ ഉണ്ട്. നല്ല കിടിലം പോലത്തെ വ്യൂ കേട്ടോ. പോർഷ കഥ പോലെ കൈസ് അടിപൊളി കൈസ്. സംഭവം കിടിലം സംഭവങ്ങളായി. സോ എനിക്കൊരു പേടി, കാര്യം എന്ന് വെച്ചാൽ അഥവാ തല ഇറങ്ങിയിട്ട് സീനായാലോ. പക്ഷെ അതുകൊണ്ടാണ്. സോ വാവ് നൈസറാ, കിടിലം വ്യൂ കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിച്ച് നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. കാരണം വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സംഭവം, നല്ല രസമുണ്ടായിരുന്നു. കഴിച്ച് നമുക്ക് നേരെ എന്ന് പറയുമ്പോൾ മറീന ബീച്ച് ഉണ്ടല്ലോ കഴിച്ച് അങ്ങോട്ടൊന്ന് പോകണം. എടാ എക്സിറ്റ് എന്നാ വാ. അപ്പോൾ നമ്മൾ ഇന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അപ്പോൾ
കേസ് നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും 2 കേസ് അവിടെ പോയിട്ട് ലൈറ്റ് ഹൗസ് എല്ലാം നമ്മൾ കണ്ടു. സോ ഇനി വേറെ ഒന്നുമില്ല, ഇനി നമ്മൾ നമ്മളെ വീട്ടിലോട്ട് പോകണം. കേസ് ഇവിടുന്ന് ഒരുപാട് ലോങ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ബസ് പിടിച്ചിട്ട് ബസ് പിടിക്കണം കേസ് ഫസ്റ്റ്. പിന്നെ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ ഒരുപാട് ബോറടിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. മൈൻഡപ്പ് ചെയ്യല്ലെന്നാ. അപ്പോൾ കേസ് എന്തൊക്കെ ഉണ്ടെങ്കിലും മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. പിന്നെ എന്നാണ്ടല്ലോ നമ്മളെ സെക്കൻഡ് ചാനൽ ഉണ്ടല്ലോ, ലൈവ് ചാനൽ. സോ ലൈവ് അല്ല, വ്ളോഗ് ചാനൽ. സോ അത് ഞാൻ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. സോ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വിടാം. വെച്ചെങ്കിൽ ഇതിൽ കുറച്ച് വ്ളോഗ് മാത്രമേ വരുള്ളൂ, ഒരു 3-4 വ്ളോഗ് മാത്രമേ വരുള്ളൂ. സോ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗ്സ് എല്ലാം എന്താ പറയുക വ്ളോഗ് ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കേസ് എന്താ പറയുക അതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ലിങ്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ